എന്താ ഉണ്ടായ വസു? എന്താ അമ്മേ? നീ ഇന്നലെ എവിടെയാ പോയത്? ഫ്രണ്ടിന്റെ വീട്ടിലാ പോയത് വസുന്ധര. ഞാൻ ഉണ്ണിയോടാ ചോദിക്കുന്നത് ഏട്ടാ. രാഖി വാങ്ങാനുള്ള കാശ് നിനക്ക് എവിടുന്നാ കിട്ടിയതുണ്ണി? ഞാനാ കൊടുത്തത്. ഏട്ടനൊന്നും മിണ്ടാതിരിക്കോ? മര്യാദക്ക് നീ എന്നോട് സത്യം പറ. ഇന്നലെ നീ നടു റോഡിൽ നിന്ന് രാഖി വിറ്റോ ഉണ്ണി? ഇല്ല വസു, അത് ആക്ച്വലി. ഏട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇപ്പൊ കിട്ടും നോക്കൂ. ഉണ്ണി നീ പറയുന്നുണ്ടോ ഇല്ലയോ? സോറി അമ്മേ. ഞാൻ അനിയത്തിമാരുടെ കൈകൊണ്ട് രാഖി കെട്ടിക്കാൻ വേണ്ടി രാഖി വാങ്ങാൻ അങ്ങോട്ട് പോയത്. പക്ഷെ എന്റെ കയ്യിൽ അത്രയും കാശില്ലായിരുന്നു. അമ്മയുടെ അച്ഛന്റെയും കയ്യിലും ഇപ്പൊ കാശില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ കരുതി. 1 മണിക്കൂർ രാഖി വിറ്റുകൊടുത്താ 1 രാഖി ഫ്രീ ആയിട്ട് തരാന്ന് രാഖി വിൽക്കുന്ന അങ്കിൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ 2 മണിക്കൂർ രാഖി വിറ്റ് രാഖി ഫ്രീ ആയിട്ട് വാങ്ങാന്ന് വിചാരിച്ചേ. അങ്ങനെയാ ഞാൻ 2 രാഖി വാങ്ങിയത്. അവിടെ ഇത് മാത്രമല്ല സംഭവിച്ചത് വസുന്ധര. രാഖി വിറ്റോണ്ടിരുന്ന ഉണ്ണിയുടെ അടുത്ത് വന്ന് ഇളയമ്മ അതെല്ലാം തട്ടി താഴെയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. പാവം ഉണ്ണിക്ക് ആ നഷ്ടമെല്ലാം പരിഹരിക്കാൻ വേണ്ടി രാത്രി വരുന്നെന്ന് രാഖി വിൽക്കേണ്ടി വന്നു. നിങ്ങളുടെ കാര്യം പോക്കാ ആന്റി. വസുവേട്ടത്തിൽ നിങ്ങളുടെ ചെവിട്ട തഴിക്കുന്ന ലക്ഷണമുണ്ട്. നിങ്ങൾ മനുഷ്യനാണോ അതോ വേറെന്തെങ്കിലും ആണോ? ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുത്തി. നിങ്ങളെ ഞാൻ വസുന്ധര, എന്താ ഇളമേ ഇത്? അവൻ ചെറിയ കുട്ടിയല്ലേ. അവൻ അവന്റെ അനിയത്തിമാർക്ക് രാഖി വാങ്ങി കൊടുക്കാൻ വേണ്ടി നമ്മളോട് പണം ചോദിക്കാതെ നമ്മളെ കഷ്ടപ്പെടുത്താതിരിക്കാൻ തനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാഖി വിറ്റ് അവൻ പണം സമ്പാദിച്ചു. ഇനിയും അവനെ കഷ്ടപ്പെടുത്താൻ നോക്കിയല്ലേ നിങ്ങള്? എന്താ ഇളമേ, എന്തിനാ അവനോട് ഇത്രയും ദേഷ്യം നിങ്ങൾക്ക്? നിങ്ങളെ തേള് കൊണ്ട് കുത്തിച്ചത് കൊണ്ടാണോ? ആ തേള് നിങ്ങളെ എങ്ങനെ കുട്ടിന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം ഇളയമ്മേ. ഓഫീസിൽ നിന്ന് വസുന്ധരയെ കൊടുത്ത കാശ് നിങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു ഇളയമ്മേ. ഉണ്ണി ആ കാര്യം മനസ്സിലാക്കി നിങ്ങളൊരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് അവൻ ആ ബാഗിനകത്ത് തേളിനെ ഇട്ടത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാതിരിക്കാൻ പ്രായത്തിൽ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളായതുകൊണ്ടും കുറ്റം സ്വയം ഏറ്റെടുത്ത് അവൻ ശിക്ഷ അനുഭവിച്ചു. അപ്പൊ പോലും നിങ്ങളുടെ ദേഷ്യം കുറഞ്ഞില്ലല്ലേ ഇളയമ്മേ? എന്താ നിങ്ങൾ ഓഫീസിലെ കാശ് മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തെന്നോ? സ്വന്തം കുടുംബത്തിന് എന്നെ ദ്രോഹം ചെയ്യുന്നോ? നിങ്ങളെപ്പോലുള്ള ഒരു പിശാച് ലോകത്ത് വേറെ കാണില്ല. ശിക്ഷ നിങ്ങൾക്കാ കിട്ടേണ്ടത്. ഞാൻ പണം ഒന്നും മോഷിക്കണമെന്ന് വിചാരിച്ചില്ല. അല്ലെങ്കിലേ കള്ളന്മാരുടെ ശല്യം ഉണ്ടല്ലോ. വസു ആ പണം ശരിക്കും സൂക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാ പോയത്.
ഇതിൽ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ടേ ഇളയമേ? തെറ്റ് ചെയ്തെന്ന് സമ്മതിക്ക്, അതായിരിക്കും നല്ലത്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനിപ്പോ എന്താ? ചെയ്ത കുറ്റത്തിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. 100 തവണ ഏത്തോട്. ഞാൻ എന്തിനാണ് ഏത്തോടുന്നേ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? കൊച്ചുകുട്ടിയുടെ ഏത്തവിടെ ഇളയമ്മ പറഞ്ഞില്ലേ? തെറ്റ് നിങ്ങൾ ചെയ്തിട്ട് ഉണ്ണിക്ക് ശിക്ഷ വാങ്ങി കൊടുത്തില്ലേ? അതുകൊണ്ടെന്താ വയസ്സായവരോട് ഏറ്റിടാൻ പറയാണോ? കാർത്തിക, ഒന്ന് വായടിച്ച് മിണ്ടാതിരിക്കെ. നീ ഇപ്പൊ ഇളമയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഏത്തം മുഴുവൻ നീ ഇടേണ്ടി വരും. ഏത്ത ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചാട്ടമാറുകൊണ്ട് അടി കിട്ടും. ചാട്ടയടി വാങ്ങണമെന്നോ? ഞാൻ ചത്തുപോവാടാ. വിട്ടേക്കേട്ടാ, ഇപ്പൊ പണിഷ്മെന്റ് ഒക്കെ എന്തിനാ? എന്തിനാ അഭി വെറുതെ വിടുന്നത്? ഇന്നലെ ഉണ്ണിയോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ഇളയമ്മ ക്ഷമിച്ചോ? അവര് ചെയ്ത തെറ്റ് നമ്മൾ എന്തിനാ വീണ്ടും ആവർത്തിക്കുന്നേ? ഇവര് ചെയ്ത തെറ്റ് ഇവര് മനസ്സിലാക്കണ്ടേ വസു? പറയളേമേ, 100 ഏത്ത ഇടുന്നുണ്ടോ അതോ 50 അടി ചേട്ടത്ത് വാങ്ങുന്നോ? ഞാൻ ഏത്തിട്ടോളാടാ. പക്ഷെ 100 എണ്ണം തന്നെ കൊണ്ട് പറ്റില്ല. ഒരു 25 എണ്ണം ഇടാം. ശരി, ഒരു കാര്യം ചെയ്യേ. 25 ഏത്തോ ഇട്ട് 25 അടി ചെകിട്ടത്ത് വാങ്ങിച്ചോ. വീണ്ടും വീണ്ടും ചാട്ടിയടി എന്ന് പറയുന്നത് എന്തിനാടാ? 50 പ്രാവശ്യം ഏത്തിട്ടേക്കാം. അതോടെ എന്നെ വിട്ടേക്കണം. ഇടാൻ ചെയ്യാവടാ. ഒന്ന്, 2, 3. അമ്മേ, അമ്മേ. എന്തിനാ നിർത്തിയത്? ചെയ്യേ. ഏതാടാ? അമ്മേ, 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 അമ്മേ. 6, 7. അമ്മേ, 9. ഏയ് നിർത്ത്. എന്തോന്നാ ഇത്? 7 കഴിഞ്ഞ 9 ആണോ? 7 കഴിഞ്ഞ 8 വരുന്നേ. അത് കഴിഞ്ഞേ ഉള്ളൂ 9ഉം 10ഉം. ഞാൻ എണ്ണിക്കോളാം. ഇളയമ ഏത്ത ഇട്ടാ മതി. അമ്മേ, അമ്മേ, 9. ഇട്. ഇടവാടാ. 10. വേണ്ട വല്ലിച്ച, അമ്മുമ്മ പാവം കാല് വേദനിക്കില്ലേ? പോയി റെസ്റ്റ് എടുത്തോ അമ്മുമ്മേ. കൊച്ചു കുട്ടിക്കുള്ള ദയവ് പോലും നിങ്ങൾക്കില്ലല്ലോ ഇളയമേ. ദയൊക്കെ ഉണ്ടാവുന്നതേ മനുഷ്യർക്ക് മാത്രമാണ്. ഇതിപ്പോ അതിന്റെ രൂപം മാത്രമല്ലേ ഉള്ളൂ. പൊയ്ക്കോ പൊയ്ക്കോ. ഉണ്ണി കാരണം ഇത്തവണ രക്ഷപ്പെട്ടു. പൊയ്ക്കോ. എന്നെ കൊണ്ട് ഏത്തടീച്ചല്ലേ? വെച്ചിട്ടുണ്ടടാ, എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആരാന്ന് കാണിച്ചു തരാം. അനിയത്തിമാർക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ഉണ്ണി? അത് ഞാൻ പറഞ്ഞില്ലേ വല്യമ്മേ, എന്റെ അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. ഓരോ വീട്ടിലും നിന്നെ പോലൊരു ചേട്ടൻ ഉണ്ടാവണം ഉണ്ണി. വാ,
എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിച്ചു തരാം. വാ മോളെ, വാ വന്നോ. ഞാൻ പോയി പാചകത്തിന്റെ കാര്യം നോക്കട്ടെ വസു. ഒന്ന് നിൽക്ക്. എന്താ വസു? ഏട്ടൻ ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? എന്ത് പഠിച്ചു എന്ന്? കള്ളം പറയുന്നത്. എന്താ വസുന്ധര ഇത്? ഞാനിപ്പോ കള്ളം പറഞ്ഞു? ദാ നോക്ക്, വീണ്ടും മറ്റൊരു കള്ളം. ഇന്നലെ ഉണ്ണി ഫ്രണ്ടിന്റെ വീട്ടിലാ പോയതെന്ന് ഏട്ടൻ പറഞ്ഞു. രാഖി വാങ്ങാൻ ഏട്ടനെ കാശ് കൊടുത്തെന്നും പറഞ്ഞു. എന്തിനാ ഇതുപോലുള്ള കള്ളങ്ങൾ എന്നോട് പറയുന്നേ? അത് ഉണ്ണിയാണ് പറയേണ്ടതെന്ന് പറഞ്ഞത് വസു. അപ്പൊ അച്ഛനും മോനും കൂടി ചേർന്ന് എന്നെ മണ്ടിയാക്കിയല്ലേ? ഞാനാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അതേപടി അങ്ങ് വിശ്വസിച്ചു. ഇപ്പൊ ചിരിക്കുന്നോ? കള്ളം പറയരുതെന്ന് ഉണ്ണിയെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ ഏട്ടൻ തന്നെ കള്ളം പറയാണോ? ഉണ്ണിയെ കള്ളം പറയിപ്പിക്കാനായിട്ട് ഏട്ടൻ തന്നെ അവനെ പഠിപ്പിച്ചെടുക്കുവാണോ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഉണ്ണിയെ പോലെ ഒരു കുഞ്ഞിന് വേണ്ടി കുറച്ചൊക്കെ കള്ളം പറയാം വസുന്ധര, അതിലൊരു തെറ്റുമില്ല. എന്തു പറ്റി ഇളയമേ? 10 ഏത്ത് ഇടുന്നതിന് മുന്നേ തന്നെ PT ഉഷ ഓടുന്ന പോലെ ഓടി വരുന്ന കണ്ടു. പിന്നെ കർണം മല്ലേശ്വരി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന പോലെ വലിയ ബിൽഡപ്പ് ആയിരുന്നല്ലോ. 10 ഏത്തം ഇട്ടപ്പോഴേ ഇങ്ങനെയായി. അപ്പൊ 100 ഏത്തം ഇട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയാണെങ്കിലേ ഇളയമ്മയുടെ ഫോട്ടോ ചില്ലുകൂട്ടിലാക്കി മാല ഇടേണ്ടി വന്നേനെ. അതെ അഖിൽ, രണ്ടാമത്തെ കല്യാണത്തിന്റെ ആഗ്രഹം തീരാതെ ആന്റി ലേറ്റ് ആന്റിയായി മാറിയനെ. നിങ്ങളൊക്കെ മനുഷ്യരാണോ? നിങ്ങൾക്ക് കരുണയോ മനസാക്ഷിയോ ഒന്നും ഇല്ലാതായി പോയല്ലേ? ഞാൻ കഷ്ടപ്പെടുമ്പോ എന്നെ ഒന്ന് സഹായിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. എന്റെ കഷ്ടപ്പാടിനെ ഷെയർ ചെയ്തില്ലല്ലോ. ഇത് ഷെയർ ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടി ആണെന്നല്ലേ? പണിഷ്മെന്റ് ചെയ്തു. സ്വീറ്റ്സോ ഫ്രൂട്ട്സോ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും ആന്റി. ശിക്ഷ എങ്ങനെയാ ഷെയർ ചെയ്യാൻ പറ്റുന്നേ? ഓഫീസ് പണം തട്ടിയെടുത്തിരുന്നെങ്കിൽ അതിന് ഷെയർ നിങ്ങൾ ചോദിക്കില്ലേ? ചോദിക്കില്ലായിരുന്നു. മുഴുവൻ പണം ഇളമയ്ക്കാണെന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ടാ മൊത്തം പനിഷ്മെന്റും ആന്റിക്ക് എന്നെ കിട്ടിയത്. തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടെന്നാണോ വിചാരിക്കുന്നേ? എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് ഒരു സമയം വരും. അപ്പോ നിങ്ങളെ അവരെ ഞാൻ ചേർത്ത് വെച്ച് കാണുന്നുണ്ട്. ആ സമയം വരുമ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ ഓഫീസിൽ പോകാൻ ടൈമായി. വേഗം വന്നേ അങ്ങോട്ട്. എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ കാലിന് നല്ല വേദന ഉണ്ട്. ഞാൻ വരുന്നില്ല അമ്മേ. ഇന്ന് എന്റെ കാലിന് ഫുൾ റെസ്റ്റാ. ഇന്ന് നിങ്ങൾ ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. ജോലി പോക്കാം. ജോലി എങ്ങനെ? അമ്മേ, ഒരു ദിവസം ലീവ് എടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഈവന്റ് നടക്കുന്നതിന് മുന്നേ ആരും ലീവ് എടുക്കാൻ പാടില്ലെന്ന് ബസ് എടുത്ത് ഓഫീസ് വെച്ച് പറഞ്ഞല്ലേ? പിന്നെ എങ്ങനെ ലീവ് എടുക്കുന്നേ? അത് മാത്രമല്ല, നിങ്ങൾ ഉണ്ണിയെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വസുവേട്ടത്തേക്ക് നിങ്ങളോട് കഴുത്തറ്റം വരെ ദേഷ്യമുണ്ട്. ഈ കാരണം കൊണ്ട് നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇവർ ഈ പ്രായത്തിൽ ഓഫീസിൽ വന്ന് എന്തെടുക്കാനാ? വീട്ടിലിരിക്കെ. അതെ ആന്റി, റിട്ടയർ ആകേണ്ട പ്രായത്തില് നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നേ? എനിക്ക് റിട്ടയർഡ് ആവേണ്ട വയസ്സായോ? റെസ്റ്റ് എടുക്കേണ്ട വയസ്സായോ? ഞാൻ നല്ല യങ് ആണ്. വാ നമുക്ക് പോവാം. കാല് വേദന ഉണ്ടെന്ന് പറഞ്ഞു. ബസു എന്നെ ജോലിന്ന് പറഞ്ഞേക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. പേടിച്ചിട്ട് ഓഫീസിലേക്ക് വരികയാണോ? അല്ല, പ്രേമത്തിന് വേണ്ടി ഞാൻ വരാം. ജോലിയുടെ അത്രയ്ക്ക് പ്രേമാണോ? അല്ല, എന്റെ പ്രിയതമനോടുള്ള ലവ് കാരണം. നിങ്ങളുടെ പ്രിയതമനോ? ആരാ ആ പുതിയ മനുഷ്യൻ?
ഇയാളെന്താ എപ്പോ നോക്കിയാലും ആ ലേഡി സ്റ്റാഫിന്റെ ടേബിളിന്റെ അടുത്താണല്ലോ നിൽക്കുന്നത്. എന്തിനായിരിക്കും അവിടെ നിൽക്കുന്നത്? സാർ, വസുന്ധര മാഡം വരുന്നുണ്ട് സാർ. ഏതോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരുന്നത് പോലെയാണല്ലോ താൻ പറയുന്നത്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ വരുമ്പോൾ ഇവൾ ഗുഡ് മോർണിംഗ് പറയുന്നത് വിട്ടിട്ട് ഇവൾ വരുമ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ഹോ, എന്റെ ഒരു ഗതികേട്. ഗുഡ് മോർണിംഗ് കാർത്തികേ. ഗുഡ് മോർണിംഗ് സർ. സർ, ഈവന്റിന്റെ പ്ലാനെ കുറിച്ച് എനിക്ക് സാറിനോട് സംസാരിക്കാനുണ്ട്. അത് എന്നോടല്ല, പോയി വാസു മാഡത്തിനോട് പറയൂ. ആദ്യം സാറിനോടൊന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം. ആദ്യം അവസാനം ഒന്നും ആവശ്യമില്ല, പോയി വാസു മാഡത്തിനോട് സംസാരിക്കേ. എന്താ സാർ ഇങ്ങനെ പറയുന്നത്? സാറല്ലേ ഞങ്ങളുടെയൊക്കെ ബോസ്. ഇവനാരോടാ സ്വർഗത്തിലെ കട്ടർമ്പ് പോലെ നുഴഞ്ഞു കയറുന്നു. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? ആനന്ദം കൊണ്ടാ, സന്തോഷം കൊണ്ടാ. എന്തിനാ? നിങ്ങളെ കണ്ടതുകൊണ്ട്. ഓ, ജോലി തന്നതുകൊണ്ടാണോ? താലി കെട്ടി എനിക്കൊരു ജീവിതം തന്നാ. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. ഇന്റർവ്യൂവിന്റെ നിന്നെ താങ്ക്സ് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഇപ്പോ? അത് പിന്നീട് താങ്കൾക്ക് മനസ്സിലാകും സർ. പിന്നീട് മനസ്സിലാവുന്നോ? എന്ത് മനസ്സിലാവും? ഓക്കേ സർ. സാർ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ. പോയി ബസ് മാഡത്തിനോട് ചോദിക്കും. ഓക്കെ സാർ. എങ്ങോട്ടാ പോകുന്നേ? വെള്ളം എടുക്കാൻ പോവാ അബി. ഈ വെള്ളം എടുത്തോ, പിടിക്കേട്ടാ. ഞാൻ പോയി എടുക്കാം അബി. സാരല്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇപ്പൊ തന്നെ വരാം. നിക്ക്. നീ ആരാ? എന്റെ പേര് ഭാസ്കർ എന്നാ സാർ. നിന്റെ ജോലി എന്താ? ഗാർഡനിങ് ആണ് സാർ. പിന്നെ നീ എന്തിനാ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നേ? സെക്യൂരിറ്റി എവിടെ പോയി? സാർ, അയാൾ വെള്ളം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുക. അതെങ്ങനെയാ ജോലി സമയത്ത് പോകുന്നത്? അവന്റെ ജോലി നീ എന്തിനാ ചെയ്യുന്നേ? എന്തു പറ്റി ആനന്ദ്? ആദ്യം സെക്യൂരിറ്റിയോട് അകത്തോട്ട് വരാൻ പറ. ബാബുരാജ്, ബാബുരാജ്. സാർ, ആ സെക്യൂരിറ്റി വിളിക്കേ. ശരി സാർ. അതെ, നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട്, വന്നേ. ഇവനെ ഇവിടെ നിയമിച്ചത് ആരാ? ഞാനാ. അതായത് കമ്പനി അപ്പോയിന്റ് ചെയ്തു. ഇവന്റെ ജോലി എന്താ? സെക്യൂരിറ്റി. എന്ന് പറയുമ്പോ ഗേറ്റില് കാവൽ നായെ പോലെ നിൽക്കണം അല്ലേ? പറയാതെ താൻ എവിടെയാ പോയത്? വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് വന്നത്. ചെറിയച്ഛൻ ചോദിച്ചത് ഇവനോടാ, നിന്നോടല്ല. ഞാൻ വെള്ളം എടുക്കാൻ പോയതാ സാർ. ഓഫീസിൽ വന്ന ഉടനെ വെള്ളം, ചായ, കാപ്പി, ആഹാരം, ഇതാണോ നിന്റെ ജോലി? നിനക്ക് എന്തിനാ സാലറി തരുന്നത്?
ഞങ്ങൾക്ക് വേറെ ആരെയും കിട്ടാഞ്ഞിട്ട് നിന്നെ ജോലിക്ക് വെച്ചതാണെന്ന് വിചാരിച്ചോ നീ? ഞാൻ തന്നെ ഗേറ്റ് തുറന്ന് അകത്ത് വരണോ? ഒരു കാര്യം ചെയ്, നീ പോയി വീട്ടിലിരിക്കെ. മാസാമാസം സാലറി ഞാനങ്ങ് അയച്ചു തരാം. സോറി സർ, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അപ്പൊ ഇതിലും വലുതായിരിക്കും ഉണ്ടാവുന്നത്. എന്റെ അമ്മയ്ക്ക് കിഡ്നി തന്ന ഒരു പാവല്ലേന്ന് വിചാരിച്ച് ജോലി തന്നപ്പോ അതും ജോലിയായിട്ട് ഒരു ബന്ധവുമില്ല. എന്താടാ നീ എന്നെ എതിർത്ത് സംസാരിക്കുകയാണോ? ആനന്ദ്, മര്യാദയ്ക്ക് ഷർട്ടിൽ നിന്ന് കൈയെടുക്ക്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ ചെകിട്ടത്ത് ഞാൻ അടിക്കും.